ബാലേന്ദ്രനോ? യുവർ സർപ്രൈസ്. ഇവിടെ വരെ ഒന്നും ബുദ്ധിമുട്ടണമായിരുന്നു. ബുദ്ധിമുട്ടോ? ഞാൻ ചെയ്യേണ്ടതല്ലേ? എന്തു പറ്റി കാലിന്? ടേബിളിൽ തട്ടി. നോക്കി നടന്നൂടെ? ഇന്റർവ്യൂ കഴിഞ്ഞോ? ഉവ്വ്, കാലത്ത് വന്ന് കഴിഞ്ഞതാ. ഞങ്ങള് കുറെ പേരെ വിളിച്ച് രണ്ടാമത് ഇന്റർവ്യൂ ആയിരുന്നു. ആ, എങ്കിൽ സെലക്ഷൻ കിട്ടുന്ന കാര്യം ഉറപ്പാ. നോക്കൊന്നും വേണ്ട. മുതലാളി പക്ഷെ രാഘവൻ എവിടെ? ലോറിയെ തീരുമാറ്റി പോയിരിക്കുക. ഓഹോ. ഈ ഭിത്തിയൊന്നും തേച്ചിട്ടില്ലല്ലേ? ശരി, നമുക്ക് തേപ്പിച്ചല്ലേ. വെച്ചേ, നിന്നെ കണ്ടപ്പോ പോലെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം നിന്നോട്. സാധാരണ എനിക്കങ്ങനെ ആരോടും തോന്നാറുള്ളതല്ല. ഞാനിപ്പോ വക്കീൽ സാറോ? വരവും കാട്ടിരിപ്പാ. അകത്തേക്ക് കയറാം. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ആഹാ, എന്നാ ഇരിക്കണ്ട. കാര്യം പറഞ്ഞ ഉടനെ അങ്ങ് വയ്ക്കൂ. അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ചില കാന്താരിമുള കടിക്കുന്ന പോലെ. അവിടെ ഇരിക്കടാ. ഓ, ഗൗരവത്തിലാണല്ലോ. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പുറപ്പെടാനിരിക്കായിരുന്നു. എന്താണോ കാര്യം? നിന്റെ അമ്മാവൻ എനിക്ക് സ്വൈരം തരുന്നില്ല, അറിയാവോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും താമസിപ്പിച്ചു. ഇനി കല്യാണം നീട്ടിക്കൊണ്ടു പോവാൻ വയ്യെന്ന്. എടാ, അമ്മണിക്ക് വേറെ ആലോചനകൾ വരാഞ്ഞിട്ടൊന്നുമല്ല, നിന്നെ മതിയെന്നാ അവക്ക്. എന്താടാ നിനക്ക്? ഞാൻ വന്നത് അമ്മയെ കൊണ്ടുപോകാൻ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് വരാടാ. അതുവരെ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കണ്ടേ? ആ വക്കൻ ചെറുക്കൻ എവിടെ പട്ടണിക്കിട്ട് കൊല്ലുക. കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്കൊരു ഭാര്യയും കൊണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് അമ്മ അന്വേഷിച്ചോ? ശരിയാ, അമ്മ വരാവിടാ. ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്. അതവിടെ വരുമ്പോ പറയാം. ഇതാണോടാ നിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഇതിനാണോ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? മതിയടാ നിന്റെ വക്കീൽ പണി ഇവിടുത്തെ താമസം. അത് ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് അവളെ ഇഷ്ടമാണ്. അമ്മ ഒന്ന് കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. കണ്ടിട്ട് ഞാനങ്ങ് സമ്മതിച്ചിരണം അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം.
അല്ലെങ്കിൽ അമ്മ പറയുന്നുള്ളൂ ഞാൻ കേൾക്കും. മോളെ, എത്ര നേരമായി നീ ഇങ്ങനെ നിൽക്കുന്നു? ഇങ്ങോട്ടിരുന്നേ. വേണ്ടമ്മേ, ഞാനിവിടെ നിന്നോളാം. സാരമില്ല മോളെ, വന്നേ. മോളെ, ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്ന് അറിയാവോ? എനിക്ക് നിന്നെ ഇഷ്ടമാവരുത്, അതിനു വേണ്ടിയാ. എന്റെ ആഗ്രഹം ബാലു എന്റെ ആങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു. അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു, നിന്നെ കണ്ടു. നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി. കാപ്പി കുടിക്കായിരുന്നു. വരുമോളെ. അമ്മ എന്താ അവളോട് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ നിന്റെ അമ്മാവനോട് എന്താ പറയാ? കേട്ടോ രോഹിണിയമ്മേ, ഇവിടെ കല്യാണാലോചനമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. വന്നിട്ടുള്ള ചെറുക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം, കുടുംബ മാഹാത്മ്യം, ഇതൊക്കെ അറിയണ്ടേ? എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടൂ. ബാലേന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് ആ കുടുംബ മാഹാത്മ്യം, ആ സ്വഭാവം, ആ നടപ്പ്, എല്ലാറ്റിലും ഉണ്ടത്. ആ നടപ്പിലും എടുപ്പിലും എല്ലാം. അയ്യോ മതി. അപ്പോ രോഹിണിയമ്മേ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. കല്യാണ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ? അത് മാത്രമല്ല, കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ഒത്തുചേരലുണ്ടല്ലോ, പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേടാ മാറി. എടാ അമ്പലക്കാളെ, മൂത്ത് അരച്ചിട്ടും തീർന്നില്ലേടാ നിന്റെ കാമഭ്രാന്ത്? ഞാൻ തീർത്തു തരാം. അവിടെ ഇറങ്ങി വേടാ പട്ടി. എവിടാ അതിന്റെ തണ്ട? ഇവണ്ണെ ഇയാളെന്താ കള്ളടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടാ? ഒച്ച കേൾക്കാൻ റെഡി. ചേച്ചിയെ കാണാൻ ഒരു കൂട്ടി വന്നിരിക്കകത്ത്. ആണോ? എന്റെ അവരെ കൂടെ വിളിയടാ. അവര് കേൾക്കട്ടെ നിന്റെ തന്തയുടെ കൊളവിളിയാരം. ജനാർദ്ദന, പൊന്നു രാഘവ, ഒന്ന് ബഹളം വെക്കാതിരി. എന്താ അതിന് കാര്യം? എന്താ കാര്യമെന്നോ? ഇവിടെ ഇങ്ങോട്ട് അയച്ചതേ ഇവിടെ വീട്ടുകാരൊക്കെയാ, അല്ലാതെ നിങ്ങളുടെ കെട്ടിയോണ്ടാക്കിയപ്പോൾ എന്തുണ്ടായി? ഇവിടെ അല്ല, എന്റെ വീട്ടില്. ഞാനില്ലാത്തപ്പോ കയറി വന്നിരിക്കുന്നു ഇവിടെ പിടിക്കാൻ. നീ ആരാടാ? നീ എന്താ ചെയ്യുന്ന? എന്നാടാ കൊണ്ടുവന്നിരിക്കുന്നു. നിനക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. അപ്പേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് പെണ്ണെടുക്കാൻ വന്നിരിക്കുക. ഈ തെണ്ടിയെ കണ്ടാ കുളിക്കണം. ഞാൻ നാറി, നിന്റെ മോളെടുത്ത് ഇവിടെ പോരാടുന്ന നിൽപ്പില്ലേ? നിന്നെ കവറ കയറി പിടിക്കാൻ പാടില്ലായിരുന്നോ? ണ്ട് മജി, ദാ താക്കോൽ.
മോളെ ഇനി വേദന വെച്ചിട്ട് എന്താ കാര്യം? നീ വിചാരമൊക്കെ ഒന്ന് മതിയാക്ക്. ചേച്ചി ഒരു കത്തുണ്ട്. ദാ. എന്താ മോളെ, ആരുടെ കഥ? ബാങ്കിൽ നിന്നാ അപ്പോയിന്റ്മെന്റ് ഓർഡർ. തിങ്കളാഴ്ച ജോലി ചേരണം.